എൻ്റെ ഭർത്താവ് ഒരു സംശയരോഗിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ ഭർത്താവ് എന്തോ ഒച്ച കേട്ട് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആള് വിചാരിച്ചു എൻ്റെ കാമുകം വന്നേക്കുന്നതാണ്. കുറേ എന്നെ അടിച്ചു, ചവിട്ടി കൂട്ടി. അതിനുശേഷം ചാടി ലൈറ്റിട്ട് പുറത്തു നോക്കിയപ്പോൾ ഇത് പട്ട വീണേക്കണതാ. വിവാഹം കഴിഞ്ഞ അന്നു മുതലേ ഇതുപോലെയുള്ള പീഡനങ്ങൾ ഞാൻ അനുഭവിക്കുക. എൻ്റെ വീട് ഒരു ഭവനമാകാൻ വേണ്ടി ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചുമാണ് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. എൻ്റെ അമ്മായിമ്മയാണെങ്കിലുണ്ടല്ലോ, ആരോടെങ്കിലും വർത്താനം പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേക്കും ഇവിടെ വന്ന് എരുകൂട്ടി എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അന്ന് രാത്രി എൻ്റെ പീഡനത്തിന്റെ രാത്രിയാണ്. ഈ ഭർത്താക്കന്മാർ കേൾക്കുമ്പോഴേക്കും സംശയിച്ച് പിന്നെ അങ്ങനെ പീഡനമോ അതുപോലെ തന്നെ വേദനകൾ മാത്രമാണ്. നമ്മൾ ഓർക്കണം, ഇതുപോലെ എൻ്റെ ഭാര്യയെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്, എൻ്റെ വീട് ഒരു ഭവനമാകാതെ പോവുകയാണ്. കപ്പ്യാര് പള്ളി തുറക്കുന്നതിന് മുമ്പ് പള്ളിയുടെ വാതിൽക്കൽ വരികയും കുറേയേറെ കയ്യിൽ ജപമാലയിട്ട് നടന്നുകയും ചെയ്ത് ഇവിടെ വലിയ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്ന കുറെ അമ്മായിമ്മമാരുണ്ട്. അതിനുശേഷം വീട്ടിൽ പോയിട്ട് സാത്താന്റെ സ്വഭാവം കാണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങള് വീട് ഭവനമാക്കുകയാണ്. ജെയിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുമ്പസാരത്തിനായിട്ട് പോകുമ്പോൾ അച്ഛൻ ഒരു മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മുറിയില് വളരെ ഒച്ചപ്പാടും ബഹളങ്ങളാണ് നടക്കണേ. റൂം അടച്ചിട്ടിരിക്കുന്നു. ഞാൻ ആ റൂമിൽ തട്ടി. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാദപ്രതിവാദങ്ങളാ. ഒരാൾ പറഞ്ഞു, നീ നോക്കിയാ മതി, നിന്റെയും കൂടി അമ്മയല്ലേ. അപ്പൊ അവള് പറയുന്നുണ്ട്, എല്ലാ സ്വത്തും എഴുതി വാങ്ങിച്ചേക്കുന്നല്ലേ, നീ തന്നെ നോക്കിയാ മതി. ഞാനൊന്നും നോക്കില്ല. ഒച്ചപ്പാട് ബഹളം കുറെ നേരം തട്ടിക്കഴിഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല. വാതിൽ തുറക്കാതായി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത മുറിയിലേക്ക് കുമ്പസാരത്തിനായിട്ട് പോയി. ഞാൻ നഴ്സിംഗ് സ്റ്റേഷനിൽ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, എന്തൊച്ചപ്പാടും ബഹളം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അടുത്ത മുറിയിൽ പോയി കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് രണ്ടുപേരും ഇറങ്ങിപ്പോയി. നഴ്സിനോട് ചോദിച്ചു, അവര് പോയി അച്ഛാ, അവര് ഒച്ചപ്പാടും ബഹളുണ്ടാക്കി പോയി. ഞാൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോഴ് കണ്ണുനീര് ഇറ്റിട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയും പുറത്തേക്ക് വേദനയോടെ നോക്കിയിരിക്കുന്ന ഒരു അപ്പനുമാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ ഈ അമ്മ തോർത്തെടുത്ത് തന്റെ മുഖം തുടയ്ക്കുക. പെട്ടെന്ന് കണ്ണുനീരൊന്ന് ഒതുക്കാൻ നോക്കിയ അമ്മയെ ഒതുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്നായതുകൊണ്ട് വീർപ്പുമുട്ടൽ കൊണ്ട് വീണ്ടും കരയാൻ തുടങ്ങിയപ്പോ ഞാൻ അടുത്ത് ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ അമ്മ പറഞ്ഞു, അച്ഛാ പറ്റണില്ല അച്ഛാ, ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞതാ വീടും സ്വത്തും ഒന്നും എഴുതി കൊടുക്കണ്ടെന്ന്. ഇപ്പൊ ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശുപത്രി നിൽക്കാൻ പോലും ആളില്ല. ഇപ്പൊ ഞങ്ങളോട് പറയാ ഡെങ്കിപ്പനിയായിട്ട് അഡ്മിഷൻ, എനിക്ക് പറ്റണില്ല, പറഞ്ഞേക്കാം, ഡോക്ടർ വരും പറഞ്ഞേക്കണം, നാളെ തന്നെ ഡിസ്ചാർജ് വേണമെന്ന്, ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അവർക്ക് ആർക്കും പൈസ ചെലവാക്കാനോ ഒന്നിനും പറ്റണില്ല. ഞങ്ങൾ ഈ മനുഷ്യനോട് ഞാൻ അന്നും പറഞ്ഞതാ എല്ലാം എഴുതി കൊടുക്കല്ലേ എന്ന്. ഇപ്പോ ഞങ്ങൾ അനാഥമായിട്ടിരിക്കാം. കുറെ നേരം ഞാൻ അമ്മയെ ആശ്വസിപ്പിച്ചു, അപ്പനോട് വർത്താനമൊക്കെ പറഞ്ഞു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ അമ്മ ഒരിക്കൽ കൂടി എന്നെ ഒന്ന് വിളിച്ചു, അച്ഛാ ഒരു നിമിഷം അച്ഛാ എന്ന് പറഞ്ഞപ്പോ ഞാൻ അടുത്തേക്ക് ചെന്നു. ഈ അമ്മ കഴുത്തിൽ കിടന്ന ആ മാലയൊന്ന് എടുത്തിട്ട് എന്റെ കയ്യിലേക്കൊന്ന് വെച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാനിവിടുന്ന് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ വലിയ അനാഥശാലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് ഞങ്ങളെ കൊണ്ടുവന്നാക്കുകയാണെങ്കിൽ അച്ഛാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തില് അതൊരു ഭവനമല്ല, ഇതുപോലെ പ്രായമായ മാതാപിതാക്കള് നീറി വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം ഭവനമായിട്ട് മാറോ? മക്കളെ, പേരക്കുട്ടികളെ, അപ്പന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. എന്റെ കുടുംബത്തില് പ്രായമായ മാതാപിതാക്കൾ ഇതുപോലെ വേദനിപ്പിച്ച് മുറിപ്പെടുത്തിയിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട് ഒരു ഭവനമായിട്ട് മാറുകയില്ല. ഹോം ഈസ് നോട്ട് പ്ലേസ്, ഇറ്റ്സ് എ ഫീലിംഗ് എന്നാണ് പറയുക. ഇതൊരു സ്ഥലമല്ല, ഇതൊരു വികാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹോം വിത്തൗട്ട് ലവ് ഈസ് ലൈക്ക് എ ഗാർഡൻ വിത്തൗട്ട് ഫ്ലവേഴ്സ്. സ്നേഹമില്ലാത്ത ഭവനം പൂക്കളില്ലാത്ത പൂന്തോട്ടം പോലെയാണ്. ഒരു ഹോംവർക്കും കൂടിയും പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുക. ക്ഷമിക്കാനുള്ളതൊക്കെ ഒന്ന് ക്ഷമിക്കാൻ, പൊറുക്കാനുള്ളതൊക്കെ പൊറുത്തുകൊണ്ട് ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വീടൊരു ഭവനമാക്കണം. എല്ലാവരും കൂടിയും ഭക്ഷണമൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒരുമിച്ചിരുന്ന് ഒന്ന് ഭക്ഷണം കഴിക്കണം. ഇത് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം അപ്പൻ അമ്മയുടെ വായിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുക്കുക, അമ്മ അപ്പന് വെച്ച് കൊടുക്കുക, മക്കൾക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും ഒന്ന് വെച്ച് കൊടുക്കുന്ന കുടുംബം ചിന്തിച്ച് നോക്കി എന്ത് സന്തോഷമായിരിക്കും. ഇത് മാത്രമാണ് ഇന്നത്തെ ഒരു ഹോംവർക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.